അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. സങ്കീർത്തനങ്ങൾ. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ആധുനികതയുടെ സങ്കീർണതകളിലേക്ക് എത്തിപ്പെടാനായി മനുഷ്യർ തിടുക്കം കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും ഒപ്പം പ്രശാന്തമായ ജീവിത അന്തരീക്ഷങ്ങളുമെല്ലാം കൈവിട്ട് സുഖസൗകര്യങ്ങളുടെ മായാപ്രപഞ്ചത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്ന നമ്മുടെ വീഥികളിൽ നമ്മെ വിട്ടകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില നന്മകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലും നമ്മിൽ തന്നെയും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ നന്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നാം അഭിമുഖീകരിക്കുന്നു. പ്രകൃതിയുടെ നന്മകളായ ജൈവ വൈവിധ്യവും സന്തുലിതമായ ജീവന സാഹചര്യങ്ങളും കാലാവസ്ഥയുടെ സങ്കീർണങ്ങളായ ക്രമീകരണങ്ങളും മുതൽ നമുക്കുള്ളിലെ നിസ്വാർത്ഥ സ്നേഹവും സഹവർത്തിത്വവും അചഞ്ചലമായ ദൈവവിശ്വാസവും വരെയുള്ള സകലതിലും അധികരിച്ചു വരുന്ന താളം തെറ്റലുകൾ ദൈവനിശ്ചിതമായ സ്വാഭാവിക ക്രമീകരണങ്ങളിൽ രോഗാതുരമായ മാറ്റങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത നിറഞ്ഞ ഇടപെടലുകളാണ് പ്രകൃതിയിലും മനുഷ്യനിലും ഇത്തരം മാറ്റങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുടെ ഭാഗമായിരുന്ന സ്വാഭാവിക ജൈവ വൈവിധ്യത്തെ ഇല്ലാതാക്കി കച്ചവട കണ്ണോടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത സ്വാർത്ഥപരമായ സമീപനങ്ങൾക്ക് പകരം കാലാവസ്ഥയുടെ സ്വാഭാവികതയെ നിലനിർത്തുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുകയും ചെയ്യുന്ന തനത് കാർഷിക വിളകളെയും പ്രകൃതിയും മനുഷ്യനും ആവശ്യപ്പെടുന്ന സസ്യജന്തുജാലങ്ങളെയും തിരികെ കൊണ്ടുവരികയാണ് ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയും അനുബന്ധ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള മാർഗം. നമ്മുടെ ഭൂമിയെ വിനിയോഗിക്കേണ്ടത് ആ ഭൂമിയിൽ ലഭ്യമാകുന്ന മഴയും ആ ഭൂമിയിൽ ലഭ്യമാകുന്ന സൂര്യ വെളിച്ചവും ആ ഭൂമിയിലൂടെ പോകുന്ന കാറ്റും ഒക്കെ നോക്കിക്കൊണ്ടാണ് ആ ഭൂമിയുടെ ഉപയോഗത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. അങ്ങനെ ഭൂമിയുടെ ഉപയോഗത്തെ ക്രമപ്പെടുത്തുമ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴും ശരാശരി മഴ ലഭ്യത ഏതാണ്ട് 3000 മില്ലിമീറ്റർ മഴ നമുക്ക് ആനുവൽ ലഭിക്കുന്നുണ്ട്. ഇത്രയും മഴ ലഭിക്കുന്ന ഒരു പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷ്യവിള കൃഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ല് തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. കാരണം 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് ഏതാണ്ട് 2500 ലിറ്റർ വെള്ളം വേണ്ടി വരും. ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല, ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ മേശപ്പുറത്ത് അത് ആഹാരമായി വരുമ്പോൾ, ചോറായി വരുമ്പോൾ അതിന് ചിലവാക്കേണ്ടി വരുന്ന വെള്ളം 2500 ലിറ്ററോളം വെള്ളമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ അരിയുടെ ഏതാണ്ട് 80% വരുന്നത് പുറത്തുനിന്നാണ്. 20% മാത്രമേ കേരളത്തിൽ കൃഷി ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ ഈ മഴ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത് 20% മാത്രമേ ഉള്ളൂ. ബാക്കി 80% നെല്ല് വരുന്നത് ആന്ധ്രയിൽ നിന്നോ പശ്ചിമ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നോ ഒക്കെയാണ്. അവിടെ കർഷകർ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം അവരുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, അവരുടെ കൃഷിയിടത്തിലെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ താഴ്ന്നു പോകുന്നതാണ്. കാരണം എങ്ങനെ താഴ്ന്നു പോകുന്നു? അവിടെ ജലമില്ലാതാകുന്നു. പക്ഷേ ഈ ജലം അമിതമായി ചൂഷണം ചെയ്താണ് അവർ നെൽകൃഷി നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ച് അത് കിലോമീറ്ററുകളോളം വലിയ ട്രക്സിൽ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഒരു വണ്ടി ഓടുമ്പോൾ നമ്മൾ എമിറ്റ് ചെയ്യുന്ന കാർബൺ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ കാർബൺ എമിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയും കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അതിനൊരു ശാസ്ത്രീയമായ കണക്ക് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല,
നമുക്ക് നോക്കിയാൽ കാണാം, വിശേഷിച്ച് ഒരു കൺസ്യൂമറിസ്റ്റ് സ്റ്റേറ്റായ കേരളം പെർ ക്യാപിറ്റ എമിഷൻ്റെ കാര്യത്തിൽ, കാർബൺ എമിഷൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. അപ്പോൾ അതിന് വേണ്ടത്, നമ്മളിത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വിനിയോഗം എങ്ങനെ ആയിരിക്കണം? ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ കരഭൂമി, നമ്മുടെ വെറ്റ്ലാൻഡ്സ്, നമ്മുടെ പാടങ്ങൾ, നമ്മുടെ കുളങ്ങൾ, നമ്മുടെ കായലുകൾ, നമ്മുടെ പുഴകൾ, ഇതിൻ്റെയൊക്കെ ഉപയോഗത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിപാലന മുറ ഉണ്ടാകണം. ആ ശാസ്ത്രീയമായ മുറ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് വരേണ്ടത് കർഷകനും ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ പോളിസി മേക്കേഴ്സും ഈ രംഗത്തുള്ള എന്താ പറയുക റിസോഴ്സ് മാനേജ്മെൻറ്റ് എക്സ്പെർട്സ് ഇവരെല്ലാം കൂടി ഇരുന്ന് ഒരുമിച്ച് വേണം ലാൻഡ് യൂസ് പ്ലാൻ, ഭൂവിനിയോഗ പ്ലാൻ, ഓരോ ഭൂവിനിയോഗ പ്ലാൻ, ഓരോ പഞ്ചായത്തിന് അനുസൃതമായിട്ടുള്ള ഭൂവിനിയോഗ പ്ലാൻ ഉണ്ടാകണം. എക്കാലവും മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഭാഗമായിരുന്ന ഭക്ഷ്യവിളകളെ ഘട്ടം ഘട്ടമായി കൈവിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെയും കേരളീയരുടെയും പാരിസ്ഥിതികവും ആരോഗ്യപരവും ജീവനപരവുമായ കാര്യങ്ങളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടയാക്കിയെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. കൃഷിയുടെ സ്വാഭാവിക ലക്ഷ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനപ്പുറം ധനസമ്പാദനം എന്ന ഉദ്ദേശ്യം സ്ഥാനം പിടിച്ചപ്പോൾ കാലക്രമേണ അടുക്കളത്തോട്ടങ്ങൾ പോലും കേരളത്തിലെ പല വീടുകളിലും നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അരിയുടെയും പച്ചക്കറികളുടെയും മറ്റും ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ജലലഭ്യത ആവശ്യത്തിന് ഉണ്ടായിട്ടും കാർഷിക ആവശ്യത്തിന് ജലം ലഭിക്കുവാൻ കൂടുതൽ ബുദ്ധിമുട്ടുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളെയും ധാന്യങ്ങളെയും നാം ആശ്രയിക്കുന്നു. നമ്മുടെ കൃഷിത്തോട്ടങ്ങൾ ഏറിയ പങ്കും നാണ്യവിളകൾക്കായി വഴിമാറുകയും ജല ഉപഭോഗവും സംഭരണവും അശാസ്ത്രീയമാവുകയും ചെയ്തപ്പോൾ കേരളം എന്ന പറുദീസയുടെ മുഖഛായ തന്നെ അടുത്ത കാലങ്ങളിലായി മാറ്റപ്പെട്ടു. ഭക്ഷ്യവിളയുമായിട്ട് നോക്കുമ്പോൾ ഞാനിപ്പോൾ നെല്ലിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമതായിട്ട് പറയാൻ ഉദാഹരണമായി എടുത്തു കാണിക്കാവുന്ന നമ്മുടെ കാച്ചിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ ഭക്ഷണശീലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അരി ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മൾ കപ്പയും കഴിക്കും, കപ്പയും ധാരാളമായിട്ട് കഴിക്കും. പക്ഷേ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ പണ്ട് കാലത്ത് ധാരാളം കാച്ചിൽ ചേന വർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പോയ ഒരു അവസരത്തിൽ അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായിരുന്നു, തടി വയ്ക്കാനായിട്ട് അതുപോലെ നല്ലപോലെ ഡൈജഷൻ ഉണ്ടാകാനും അദ്ദേഹം ഉപദേശിക്കുന്നത് ചേനയാണ്. പക്ഷേ ഇപ്പോൾ എത്ര പേര് ചേന കഴിക്കുന്നു? ചേന കഴിക്കുന്നവർ എണ്ണം കുറഞ്ഞു, കാച്ചിൽ കഴിക്കുന്നവർ എണ്ണം കുറഞ്ഞു. പക്ഷേ ഇത്തരം ഇനങ്ങൾ ഇതിന് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് മതി. ഇതിനെ ആരും പരിപാലിക്കേണ്ട കാര്യമില്ല. വളരെ ചെറിയ രീതിയിൽ ഏതെങ്കിലും നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഒരു മൂലയിൽ ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഭൂമിയുടെ അടിയിൽ വളർന്നുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാച്ചിൽ ഏതാണ്ട് എത്രയോ 30 കിലോ വളരെ വലിയ ബിഗ് വോളിയത്തിലുള്ള കാച്ചിൽ ഹാർവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം കാച്ചിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതാണ്ട് 29 തരത്തിലുള്ള കാച്ചിലുകൾ വയനാട്ടിൽ കൃഷി ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, വയനാട്ടിലെ കൃഷിയിടങ്ങളിൽ കാണപ്പെടുന്നു. അതിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതാണ്ട് 5 or 6 ആണ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്ന 1 or 2 ഇനങ്ങളാണ്. ഈ 29 ഇനങ്ങളിൽ തീർച്ചയായിട്ടും വ്യാപകമായി നമുക്ക് കൃഷിക്ക് സാധ്യമാകുന്ന ഇനങ്ങൾ 1 ഡസൻ ഇനങ്ങളെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഡസൻ ഇനങ്ങൾ ഏതാണ് അതിൻ്റെ ഈ പറഞ്ഞ അതിജീവനത്തിന് കഴിവുള്ള ഇനം ഏതാണ്, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോഷകമൂല്യം, ഇപ്പോൾ പോഷകമൂല്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴ ധാരാളം വരുമ്പോൾ പോഷകമൂല്യത്തിൻ്റെ ചില ന്യൂട്രിയൻസിൻ്റെ ക്വാണ്ടിറ്റി ആ കിഴങ്ങിൽ കുറയാം. എന്നാൽ വരൾച്ചയുള്ളൊരു പ്രദേശത്ത് വളരുന്ന ഒരു കിഴങ്ങിലെ ഒരു പോഷക ഗുണം കൂടുതൽ വരാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഴ ഇനങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ നാഷണൽ മാർക്കറ്റിലോ ചെന്നാൽ കിട്ടുന്നത് 1 or 2 ഇനം മാത്രമാണ്. ആ പച്ചക്കളറിലുള്ള അല്ലെങ്കിൽ ആ മഞ്ഞക്കളറിലുള്ള ലോങ് ആയിട്ടുള്ള പഴം. പക്ഷേ നമ്മളിവിടെ വയനാട്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വയനാട് മാത്രം ഉദാഹരണം, ഞാൻ അഗൈൻ പറയുകയാണ്, ഏതാണ്ട് 20 or 22 ഇനങ്ങൾ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ഒരു സർവേയിൽ ഞങ്ങൾ വാഴ ഇനങ്ങൾ കണ്ടു. ഇത്തരം ഇനങ്ങൾ കാലാവസ്ഥ അതിജീവനം, അത് വരൾച്ച ആയിക്കോട്ടെ, ഈ പറയുന്ന വെള്ളപ്പൊക്കമായിക്കോട്ടെ, ഇതിനെ അതിജീവിക്കാൻ പറ്റുന്ന ധാരാളം ഇനങ്ങൾ നമ്മുടെ ഈ വാഴകളിലുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിനൊപ്പം ആരോഗ്യകരമായ ഏറെ പ്രതിസന്ധികളിലൂടെയാണ്
നമ്മുടെ സമൂഹം ഇന്ന് കടന്നുപോകുന്നത്. ജീവിതശൈലീ രോഗങ്ങൾ എന്ന ഒറ്റ വാക്കിൽ നാം പലപ്പോഴും ഒതുക്കാൻ ശ്രമിക്കുന്ന സാധാരണവും മാരകങ്ങളുമായ ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഏറെ ജീവിതങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. ഇത്തരത്തിൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഏറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇന്നത്തെ നമ്മുടെ തെറ്റായ കാർഷിക നയങ്ങൾക്കും ജീവിതശൈലികൾക്കും ഭക്ഷണശീലങ്ങൾക്കും മാറ്റമുണ്ടാവുക എന്നതാണ്. നമ്മുടെ മുൻ തലമുറകളുടെ ജീവിതത്തിൻ്റെ ഭാഗവും അവരുടെ ആരോഗ്യ സംരക്ഷകരുമായിരുന്ന ഏറെ ഭക്ഷ്യവിളകളെ തിരിച്ചു കൊണ്ടുവരിക ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. സംരക്ഷണം വരുന്നത് എപ്പോഴും ഉപയോഗത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആരും സംരക്ഷിക്കില്ല. സംരക്ഷണം ഒരു എന്താ പറയുക, ഒരു ഹാബിറ്റായി വരില്ല. അതായത് ഒരു വിനോദം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വെറൈറ്റി സംരക്ഷിക്കും. പക്ഷേ ഒരു ഹാബിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസംഷൻ വരണം. ഇപ്പോൾ കൾട്ടിവേഷൻ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ആളുകൾ കൺസ്യൂം ചെയ്യണം. ആ കൺസംഷൻ വരണമെന്നുണ്ടെങ്കിൽ കൺസർവേഷൻ വരണം. ഇതിനെ കൺസർവ് ചെയ്യണം. ഈ കൺസർവ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു കമേഴ്സ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്, ഒരു മാർക്കറ്റിംഗ്. അതായത് 4C സൈക്കിൾ: കൺസർവേഷൻ, കൾട്ടിവേഷൻ, കൺസംഷൻ ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ. ഈ ഒരു 4Cs ഈ 4C മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, 5th C ഈസ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ഈ 4C അപ്രോച്ച് ഈസ് എ ഗുഡ് അപ്രോച്ച്. അപ്പോൾ ആ അപ്രോച്ചിലൂടെ നമ്മുടെ ഈ വൈവിധ്യം, കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അഡാപ്റ്റേഷൻ, അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിനോട് യോജിച്ചു പോകാനുള്ള ഏറ്റവും നല്ലൊരു അഡാപ്റ്റേഷൻ ഈ വൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ വൈവിധ്യത്തെ സംരക്ഷിച്ച് ഉപയോഗപ്പെടുത്തുക. കാർഷിക വിളകളുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നാണ് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ സമീപനവും കാർഷികേതരങ്ങളായ തലങ്ങളിലുള്ള പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും. ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം, വനസംരക്ഷണം, മലകളുടെയും കുന്നുകളുടെയും സംരക്ഷണം തുടങ്ങി ഏറെ തലങ്ങളിൽ മനുഷ്യൻ്റെ ക്രിയാത്മകമായ സമീപനം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളം ഒരു മൊത്തമായിട്ട് പട്ടണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിൽ ആണ് കെട്ടിടങ്ങളുണ്ടാകുന്നു. കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഓരോ വീടുകളുടെ തന്നെയാണെങ്കിലും മുറ്റത്ത് പോലും വെള്ളം ഇറങ്ങാൻ സമ്മതിക്കാതെ മുറ്റത്തെ വെള്ളം ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈലുകൾ അതുപോലെ ഇടുമ്പോൾ തന്നെ അതും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് റോഡുകൾ വേണം, അതുപോലെ തന്നെ ചെളി ഉണ്ടാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പെയ്യുന്ന വെള്ളത്തെ എങ്ങനെയും മണ്ണിലിറക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ വളരെ ശക്തമായിട്ടുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം നീർത്തട പദ്ധതികൾ നമ്മൾ കേരളത്തിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും വയനാട്ടിൽ പ്രത്യേകിച്ചായിട്ടാണെങ്കിലും നടക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനത്തിലുണ്ടായിരുന്ന സാധാരണ കുടിയേറ്റ കേന്ദ്രങ്ങളെപ്പറ്റി പറയുമ്പോൾ കാട്ടാനയോടും കാട്ടുപോത്തിനോടും പടവെട്ടി എന്ന നമ്മൾ പറയാറുള്ളൂ. ഇപ്പം ആ പടവെട്ടലിൻ്റെ പകരം ഒരു സ്നേഹത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പ്രകൃതിയെ സ്നേഹിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം കർണാടകത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മരം വെട്ടണമെന്നുണ്ടെങ്കിൽ വെട്ടിയാൽ 2 വൃക്ഷ തൈകളെങ്കിലും നടണം എന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ളൊരു നിയമമുണ്ട്. അങ്ങനത്തെ നിയമങ്ങളുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മൾ കൃഷിക്കാരും അതുപോലെയുള്ള ആളുകളും മരങ്ങൾ കൂടുതൽ വെച്ചുപിടിപ്പിക്കുകയും ആ വെച്ചുപിടിപ്പിക്കുന്ന ആളുകളെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങളുണ്ടാകും. കുട്ടികളിൽ പ്രകൃതിയോടുള്ള സ്നേഹത്തിന്, പ്രകൃതിയോടുള്ള ഒരു താല്പര്യത്തിനുള്ള ഇടപെടലുകൾ, കാര്യങ്ങൾ ഒക്കെ വളരെ ശക്തമായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാൽ തന്നെ ബഹുവിള കൃഷികൾ, നീർത്തടങ്ങളുടെ സംരക്ഷണം, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ കുറേ അധികം ഈ കാലാവസ്ഥ വ്യതിയാനത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ളത് കേരളത്തിൽ തന്നെ ചില പ്രദേശങ്ങളിലുള്ള അനുഭവങ്ങൾ പ്രചോദനകരമാണ്. അതുപോലെയുള്ള ഒരു ഇടപെടലാണ് വളരെ ശക്തമായിട്ട് നമ്മൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ജലത്തെ സംബന്ധിച്ചൊരു സാക്ഷരത, ജല ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷരത മലയാളികളെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള ഒരു സമയം ഉള്ള വെള്ളത്തെ സംരക്ഷിക്കുകയും ആ സംരക്ഷണം മണ്ണിനെ മൃദുലമാക്കുകയും മണ്ണിനെയും
വെള്ളത്തെയും മരത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളം പോലെയുള്ള കുഞ്ഞു പ്രദേശങ്ങൾ രക്ഷപ്പെടൂ എന്നുള്ളതാണ് എനിക്കുള്ള ബോധ്യം. ഈ മനോഹരമായ പ്രകൃതി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സവിശേഷമായ സമ്മാനമാണെന്ന തിരിച്ചറിവാണ് ദൈവവിശ്വാസികളായ ഓരോ വ്യക്തികളിലും ഉണ്ടായിരിക്കേണ്ടത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അമൂല്യമായ ഈ നിധി സുരക്ഷിതമായി അടുത്ത തലമുറയുടെ കയ്യിൽ ഏൽപ്പിക്കുവാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. താൽക്കാലിക കാര്യലാഭത്തിനു വേണ്ടി വിവേകരഹിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ഭൂമിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്തുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും തങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ പാപമാണെന്ന ബോധ്യം തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ ഈ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ അതിമനോഹരമായ ജൈവസമ്പത്തുള്ള പശ്ചിമഘട്ടത്തെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ 44 നദികളിലൂടെ ഒഴുകുന്ന ജലം ശുദ്ധജലമായി കാസൂക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആവശ്യമായ ഘടകമാണ്. നമ്മുടെ ഈ വായുമണ്ഡലം മലിനമാകാതെ നമുക്കെല്ലാം ശ്വസിക്കുന്നത് ശുദ്ധമായി തീരണം, ശുദ്ധവായുവായി മാറണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ മണ്ണിലെ വിഷാംശം കലരാതെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എവിടെയാണ് നമ്മുടെ കുറവ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഇതിനുവേണ്ടിയെല്ലാം നിലകൊള്ളുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ താത്വികമായും അതോടൊപ്പം തന്നെ അതിനെ ദൈവികമായി മനസ്സിലാകാത്ത ചില ചിന്താരീതികളും സ്വാർത്ഥ താല്പര്യങ്ങളും അല്ലെന്നവരയിൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഇഷ്ടാനുഷ്ഠാനങ്ങളുമെല്ലാം നമ്മുടെ മഹോന്നതമായിട്ടുള്ള ഈ ദർശനത്തെ വികലമാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുവരികിൽ, നമ്മുടെ അന്തരീക്ഷം മലിനമാകാതെ ഇരിക്കണം എന്നുവരികിൽ, നമ്മുടെ മണ്ണിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്നുവരികിൽ, നമ്മുടെ ജലാശയങ്ങൾ പരിശുദ്ധ ജലമായി കാത്തുസൂക്ഷിക്കണമെന്ന് വരികിൽ, നമ്മുടെ വനസമ്പത്ത് നമ്മൾ കാത്തുസൂക്ഷിക്കണമെന്ന് വരികിൽ, നമ്മുടെ അതിമനോഹരമായ കാലാവസ്ഥ വ്യതിയാനം കൂടാതെ നമ്മൾ സ്വന്തമാക്കണമെന്ന് വരികിൽ, അതിന് ഉത്തമമായിട്ടുള്ള ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഗൗരവമായ ഉത്തരവാദിത്വം നമ്മളെ കൂട്ടായിട്ടെടുക്കണം. പ്രകൃതി സംരക്ഷണവും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിനെ സംബന്ധിച്ചും വായുവിനെ സംബന്ധിച്ചും ജലാശയങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള നല്ല അറിവ് ഇളം തലമുറയ്ക്ക് കൊടുക്കുന്ന ബോധവൽക്കരണ പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നല്ല സന്ദേശം കൊടുക്കുന്നതായിട്ടുള്ള അനേകം സംവിധാനങ്ങൾ, അത് പരിരക്ഷിക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന ജാഗ്രത, ഇതെല്ലാം നമ്മുടെ ഈ നന്മയെ കാത്ത് സൂക്ഷിക്കുവാനായിട്ട് വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രത്യേകമായിട്ടുള്ള സന്തുലിതാവസ്ഥ, നമ്മുടെ ജലാശയങ്ങളുടെ പരിരക്ഷ, നമ്മുടെ മൃഗങ്ങളുടെ സമ്പത്തെ കാത്തുസൂക്ഷിക്കുക, വനസമ്പത്തെ കാത്തുസൂക്ഷിക്കുക, നമ്മുടെ വായു മലിനമാകാതെ കാത്തുസൂക്ഷിക്കുക എന്നെല്ലാം ഈ ലോകത്തെ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും പൊതുവായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുമ്പോൾ, ഈ പ്രകൃതിയെ മനോഹരമായി ബൈബിളിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ അതിമനോഹരമായ പൂന്തോട്ടമായി അല്ലെങ്കിൽ ഒരാരാധനാലയമായി ഒന്നിനും എതിരല്ലാതെ എല്ലാം ഒരുപോലെ വളർന്ന് സംരക്ഷിക്കപ്പെടുന്ന ഒരു സുന്ദരമായ ഭാരതം അല്ലെങ്കിൽ ലോകം, കേരളം കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധ്യമാകും. അതിന് കൂട്ടായ യജ്ഞവും നല്ല ബോധവൽക്കരണവും ശാസ്ത്രീയ സമീപനവും സംശയങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന അവസരത്തിൽ അതിനെല്ലാം അതിമനോഹരമായി വിശദീകരിച്ച് കൊടുക്കുന്ന സാമൂഹ്യ ക്രമമെല്ലാം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന അലന്നുവരികിലെ നമ്മുടെ നാടിൻ്റെ പൊതുവായ ചിന്തകളെ വികലമാക്കുന്ന എല്ലാ ദർശനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി എന്ന വരികിൽ മാത്രമേ പ്രകൃതിയെയും ഈ നാടിനെയും സമൂഹത്തെയും ദൈവം സൃഷ്ടിച്ചതുപോലെ പരിശുദ്ധമായി നിർമ്മലമായി തിന്മകൾ കൂടാതെ കാത്ത് സൂക്ഷിക്കുവാനായിട്ട് സാധ്യമാകൂ. അതിന് നമ്മുടെ അതിപുരാതനമായ ദാർശനികന്മാർ, ഋഷിവര്യന്മാർ നൽകിയതായ മനോഹരമായ പ്രകൃതി ദർശനം, നമ്മുടെ മതഗ്രന്ഥങ്ങൾ നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ദൈവിക ഭാവത്തോടുകൂടിയുള്ള പ്രകൃതി ദർശനം, അവിടെ നൽകുന്നതായിട്ടുള്ള സമത്വഭാവങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന
എല്ലാവരെയും ഉൾച്ചേർക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു പ്രകൃതി സംരക്ഷണ പ്രക്രിയ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നമ്മുടെ ഇളം തലമുറ തുടങ്ങി ജീവിക്കുന്ന എല്ലാവർക്കും കൊടുക്കുവാൻ ഇടയായാൽ പ്രകൃതി പരിരക്ഷ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവരും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായി തീരും. അതിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.